തടയാനാവും വിധം തന്നിലേക്ക് തന്നെ താൻ കുരുക്കിയ കുരുക്ക് മുറുകുകയാണെന്ന സത്യം മീനു തിരിച്ചറിയുന്നു. തനിക്കൊരിക്കലും സാധിക്കില്ല തൻ്റെ ആദ്യ രാത്രി ഒഴിവാക്കാൻ. ജയ്യുമൊത്തുള്ള ഒരു വർഷത്തെ ദാമ്പത്യ ജീവിതം തൻ്റെ വീട്ടുകാർക്ക് മുന്നിൽ താൻ ആടിയേ പറ്റുള്ളൂ. ഇതിനു മുന്നിൽ വേറെ ഒരു വഴിയുമില്ല. പിന്നീട് മീനുവിൻ്റെ ചിന്തകൾ കടന്നുപോയത് തൻ്റെ പഴയകാല ഓർമ്മകളിലേക്കായിരുന്നു. താൻ അനുഭവിച്ചു തീർത്ത ദാമ്പത്യം, താൻ വിശ്വസിച്ച്, സ്വപ്നം കണ്ട്, ആഗ്രഹിച്ച്, വാശി പിടിച്ച് താൻ നേടിയെടുത്ത തൻ്റെ ദാമ്പത്യം. പക്ഷേ അത് അധികകാലം നിലനിന്നിരുന്നില്ല. തൻ്റെ ആദ്യ വിവാഹം മീനു ഓർത്തു. വീട്ടുകാരെ ധിക്കരിച്ച് താൻ ഇഷ്ടപ്പെട്ട പുരുഷനുമായി താൻ തൻ്റെ ജീവിതം തുടങ്ങിയ നിമിഷം അയാളോട് തോന്നിയ അടക്കാനാവാത്ത പ്രണയം തന്നെ വിവാഹത്തിൽ കൊണ്ടെത്തിച്ചത്. വീട്ടുകാരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ അയാളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ച നിമിഷം, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ തോന്നിയ ഒരു വലിയ അബദ്ധം, അല്ലെങ്കിൽ ഒരു വലിയ തെറ്റ്, അതുമാത്രമാണ് മീനുവിന് തൻ്റെ ആദ്യ വിവാഹം. ആ വിവാഹം മീനുവിന് നൽകിയത് ഒരു നരക ജീവിതമായിരുന്നു. മീനു തൻ്റെ നരക ജീവിതത്തെക്കുറിച്ച് ആ സമയമൊന്നോർത്തു. പ്രണയം അതായിരുന്നു അയാളോട് തനിക്ക്. തിരിച്ച് അതുണ്ടെന്ന വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഒന്നും ചിന്തിക്കാതെ അയാളുടെ കൂടെ ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ ആ പ്രണയത്തിന് അധികം സമയമുണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് ഒരു മാസം മാത്രമേ ആ പ്രണയം നിലനിന്നിരുന്നുള്ളൂ. പിന്നീട് താൻ കണ്ടത് തന്നെ അടിമയാക്കിയ ഒരു വേട്ടമൃഗം മാത്രം. അതുമാത്രമായിരുന്നു അയാളെന്ന ഭർത്താവ്. ക്രൂരതയുടെ ഒരു മുഖമുദ്ര. താനെന്ന പെണ്ണിനെ എത്രത്തോളം അടിമയാക്കാൻ സാധിക്കുമോ, എത്രത്തോളം വേദനിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം വേദനിപ്പിക്കുന്നവൻ. വീട്ടിലെ ഒരു പട്ടിയുടെ വില പോലും തനിക്ക് കൽപ്പിക്കാത്തവൻ. തൻ്റെ നരക ജീവിതം ആരോടും ഒന്നും പറയാതെ നീറി തീർത്തത്. മീനുവിൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കാട് കയറി വന്നു. വിവാഹം, ആ വാക്കിനെ മീനു അത്രത്തോളം വെറുക്കുന്നത് തൻ്റെ ഓർമ്മകൾ തനിക്ക് സമ്മാനിച്ച മുറിവുകളായിരുന്നു. ഇനിയൊരാൾ തൻ്റെ ജീവിതത്തിലേക്ക് വരരുത് എന്ന് താൻ തീരുമാനിച്ചത് അയാളെന്ന വ്യക്തിയിൽ കണ്ട ആ ക്രൂരമുഖത്തെ ഓർക്കുന്നത് കൊണ്ടാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ വീണ്ടും അത് തന്നെ സംഭവിക്കുമോ? രണ്ടാം വിവാഹം, അത് ജയ്യുമായി തീരുമാനിച്ചപ്പോൾ തന്നെ താൻ പറഞ്ഞ എല്ലാ നിബന്ധനകളും ജയ് അംഗീകരിച്ചപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് കരുതി. പക്ഷെ വീട്ടുകാർക്ക് മുന്നിൽ ഭർത്താവും ഭാര്യയുമായി ജീവിക്കേണ്ടി വരുമെന്ന് തങ്ങൾ ഓർത്തില്ല. ഇനി മുതൽ തൻ്റെ ഈ ബെഡ്റൂമിൽ ജയ്ക്കും സ്ഥാനമുണ്ടാവും. ജയ് എന്ന വ്യക്തിയെ തനിക്ക് കുറച്ചു നാളത്തെ മാത്രം പരിചയം, കൂടുതലായിട്ടൊന്നും അറിയില്ല. തൻ്റെ കിടപ്പുമുറിയിൽ തന്നോടൊപ്പം ഒരു രാത്രി അവൻ ചെലവഴിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവൻ തന്നോട് പെരുമാറുക? ജയിലും അങ്ങനെയൊരു മനുഷ്യമൃഗമുണ്ടാവുമോ? ഒരു വേട്ടമൃഗത്തെ പോലെ അവൻ തന്നെ അടിമയാക്കാൻ ശ്രമിക്കുമോ? മീനുവിൻ്റെ ചിന്തകൾക്ക് എന്തെന്നറിയാത്ത ഭീതിയായിരുന്നു. താൻ എങ്ങനെ ഈ അവസ്ഥ മറികടക്കുമെന്നറിയാതെ മീനു ധരിച്ചു നിൽക്കുകയായിരുന്നു. ഇതേ അവസ്ഥയിൽ കൂടിയായിരുന്നു ജയ്. എന്തു ചെയ്യണം, എവിടെ നിന്ന് ഒഴിവാക്കണം, ഒന്നും അറിയില്ല. പെട്ടെന്ന് തീരുമാനിച്ചു, വിവാഹം കഴിച്ചു. അതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കുക പോലും ഉണ്ടായില്ല. അപ്പോഴേക്കാണ് ജയുടെ മുറിയിലേക്ക് അമ്മ കടന്നു വന്നു. "ആ, നീ ഇവിടെ ഇരിക്കുക, നീ എന്താ ഇത്രയ്ക്ക് ആലോചിക്കുന്നേ?" അമ്മയുടെ ചോദ്യം. "ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ." എനിക്ക് മനസ്സിലായി നീ എന്താ ആലോചിക്കുന്നതെന്ന്." "ആ, എന്ത്?" "ആദ്യ രാത്രിയെക്കുറിച്ചല്ലേ." "എൻ്റെ പൊന്നു മമ്മ, ഒന്ന് മിണ്ടാതിരിക്കാവോ?" "എടാ, എനിക്ക് മനസ്സിലാവും നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന്. അല്ലെങ്കിലും കല്യാണം കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇതുണ്ടാവുന്നതാണ്. അത് പിന്നെ ആദ്യത്തെ കല്യാണമല്ലേടാ, അതിന് ടെൻഷൻ ഇല്ലാതിരിക്കുമോ?
അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ എനിക്കിതിനോടൊരു കാര്യമേ പറയാനുള്ളൂ. എന്ത്? കുട്ടികൾ വേണ്ടെന്നുള്ള തീരുമാനമൊന്നും എടുത്തേക്കരുത്. എന്ത്? എടാ, കുട്ടികൾ വേണ്ടെന്നുള്ള തീരുമാനമൊന്നും എടുത്തേക്കരുതെന്ന്. കുട്ടികളോ? എടാ, കല്യാണം കഴിഞ്ഞ പിന്നെ കുട്ടികളുണ്ടാവല്ലേ? ഞാൻ എന്താ ഇത് പറഞ്ഞതെന്നറിയാവോ? ഒരുപാടൊന്നും നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് അവൾക്കിപ്പോഴേ 40 വയസ്സായില്ലടാ. 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ പ്രസവിക്കൊക്കെ ബുദ്ധിമുട്ടാണെന്നാണ് തോന്നുന്നത്. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എന്നാലും 40-ാം വയസ്സിലൊക്കെ പ്രസവിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതിലും കൂടുതലായിട്ട് പ്രസവിക്കാൻ പറ്റിയില്ലെങ്കിലോ? അതുകൊണ്ട് കുട്ടികൾ എത്രയും പെട്ടെന്ന് വേണം. കുട്ടികൾ 1 വർഷം കഴിഞ്ഞ് മതിയെന്നോ 2 വർഷം കഴിഞ്ഞ് മതിയെന്നോ അവൾ പറഞ്ഞാൽ നീ അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കരുത് കേട്ടോ. എൻ്റെ പൊന്നു അമ്മ, എന്തൊക്കെയായി പറയുന്നേ? കുട്ടികളോ? എടാ, പിന്നെ എപ്പോഴാണ് നീ വിചാരിച്ചിരിക്കുന്നേ? നിന്റെ കുട്ടികളെ കാണണ്ടേ ഞങ്ങൾക്ക്? കുട്ടികളല്ല. ആ, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? ഈ ചോദ്യവുമായി പപ്പ എവിടെ എത്തി? ഒന്നുമില്ല, ഞാനിവരോട് പറഞ്ഞതാ. അവളുടെ വാക്ക് കേട്ട് കുട്ടികളൊന്നും വേണ്ടെന്ന് വെക്കരുതെന്ന്. വിവാഹം തന്നെ രഹസ്യം. എന്നാൽ പിന്നെ കുട്ടികളും വേണ്ടെന്നൊക്കെ തീരുമാനിച്ചാലോ? ഒരുപാട് വർഷം കഴിഞ്ഞാൽ പിന്നെ പ്രസവിക്കാനൊന്നും പറ്റില്ലെന്നേ. ഇപ്പം തന്നെ അവൾക്ക് 40 വയസ്സായില്ലേ? എൻ്റെ പൊന്നു പപ്പ, ഈ മമ്മയൊന്ന് ഇവിടുന്ന് കൊണ്ടുപോകാവോ? എന്നെ കൊണ്ടൊന്ന്. എടാ, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലടാ. ഇതിപ്പോൾ വിവാഹം കഴിഞ്ഞതിൻ്റെ ടെൻഷനാ. എനിക്കത് മനസ്സിലാവും. സാരമില്ല മോനെ. നീ ഇപ്പം തന്നെ ഇതൊക്കെ എന്നോട് പറയുന്നതിനാ? വിവാഹം കഴിഞ്ഞല്ലേ ഉള്ളൂ. അല്ല, ഇനിയിപ്പോൾ അങ്ങനെ വല്ല പൊട്ടബുദ്ധിയും തോന്നിയാലോ? അവൾ ഡോക്ടർ കൂടിയല്ലേ. നമ്മുടെ കാര്യം പറയണ്ടേ? ഓ എടാ, മമ്മ പറഞ്ഞതിൽ ചെറിയൊരു കാര്യം ഇല്ലാതില്ല. അല്ല, 40 വയസ്സായില്ലേടാ. ഇനിയിപ്പോൾ ഒരുപാട് വർഷമൊക്കെ കഴിഞ്ഞാൽ പ്രസവിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ പിന്നെ കുട്ടികൾ വേണ്ടെന്ന് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കുട്ടികളൊന്നായാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. നിൻ്റേതായിട്ടൊരു കുട്ടിയെ നമുക്ക് കാണാമല്ലോ. എൻ്റെ പൊന്നു പപ്പ, ഒന്നും മിണ്ടാതിരിക്കാവോ? ഞാനിവിടെ കല്യാണം കഴിഞ്ഞതിൻ്റെ ടെൻഷനിൽ നിൽക്കുമ്പോൾ കുട്ടികളുടെ കാര്യം പറയുന്നു. എടാ, കല്യാണ ദിവസം എല്ലാവർക്കും ഉള്ള ടെൻഷനാണ് നിനക്ക്. പക്ഷെ നിനക്ക് കല്യാണം കഴിക്കാൻ നേരത്ത് ആ ടെൻഷൻ കണ്ടില്ല. അതിപ്പോൾ എന്തായാലും നീ നല്ല കൂളായിരുന്നു. ഇനിയിപ്പോൾ കുട്ടികളെ കുറിച്ചാണ് ടെൻഷൻ ആവുന്നെങ്കിൽ സാരമില്ലടാ, അതെല്ലാവർക്കും ഉള്ളതാ. എൻ്റെ പൊന്നു പപ്പ, പ്ലീസ്. എടാ, അമ്മ പറഞ്ഞതുപോലെ നീ അതേക്കുറിച്ച് ചിന്തിക്കണം. ഇപ്പം തന്നെ ചിന്തിക്കണം എന്നല്ല, ഇനി അവൾക്ക് അങ്ങനെ വല്ല ആഗ്രഹം പറഞ്ഞാൽ അത് നീ അങ്ങ് ഏറ്റെടുക്കാൻ നിൽക്കണ്ട. കുട്ടികൾ വേണ്ടാന്നൊന്നും വെക്കരുത്. വിവാഹം രഹസ്യമായിക്കോട്ടെ, അതിപ്പോൾ നമുക്ക് പ്രശ്നമില്ലെന്ന് നമ്മൾ പറഞ്ഞില്ലേ. പക്ഷേ കുട്ടികൾ എന്തായാലും വേണം.